പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. 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 പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഉണർന്ന് ദൈവമേ, ഞങ്ങൾ അങ്ങയെ തിരുനാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ബലവാനേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ, ആരാധന 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 ആരാധന. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ തിരുനാമത്തിനു മാത്രം മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് നിന്നെ വിളിച്ച് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയേ, അവിടുന്ന് ഈ സമയം എൻ്റെ അരികിലേക്കിറങ്ങി വരണമേ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ ഈശോ. സ്വർഗം തുറന്നീ സമയം കരുണയോടെ എന്നെ ഒന്ന് നോക്കണേ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ, ആരാധന ആരാധന. ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നരുളിയ നാഥ, ഏറ്റവും വിശ്വാസത്തോടെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളെ, എൻ്റെ പ്രാർത്ഥനകളെ, എൻ്റെ നിയോഗങ്ങളെ ഇതാ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അപ്പാ, കരുണയായിരിക്കണേ. ഈശോയെ, കരുണയായിരിക്കണേ. കരുണ കാണിക്കണേ ഈശോ. ഈശോയെ ഈശോയെ ഈശോയെ, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എളിയ വിശ്വാസത്തിൽ ഞാൻ പറയും, ഈശോയെ എന്നെ രക്ഷിക്കണമേ, ഈശോയെ എന്നെ രക്ഷിക്കണമേ. എല്ലാ സംശയങ്ങളിൽ നിന്നും, ആകുലതകളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഏകാന്തതയുടെ മണിക്കൂറുകളിൽ, വിഷമതകളിൽ, പരീക്ഷണങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ. എൻ്റെ പരാജയങ്ങളിൽ, കാര്യനിർവഹണങ്ങളിൽ, പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ.
പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിനു മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഹൃദയം പരാജയഭാരത്താൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും യേശുവേ ഞാൻ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്നെ രക്ഷിക്കണമേ. ഞാൻ ക്ഷമ നശിച്ചവനും കുരിശുകളിൽ പിറുപിറുക്കുന്നവനുമാകുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ. ഞാൻ രോഗിയും എൻ്റെ കൈയും തലയും തളരുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കാൻ വരണമേ. എല്ലായ്പ്പോഴും എല്ലാവിധ ബലഹീനതകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഈശോയെ എന്നെ കൈവിടരുതേ. എൻ്റെ യേശുവേ യേശുവേ സർവശക്തനായ ദൈവമേ, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്കാശ്വാസം നൽകണമേ. പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നല്ല ഇടയനായ യേശുവേ എന്നെ കൈവിടരുതേ. സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് സമാധാനം നൽകണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളെ ഈശോയെ അനുഗ്രഹിക്കണമേ. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ ജീവിത പങ്കാളിയെ യേശുവേ അനുഗ്രഹിക്കണമേ. കരുണയായിരിക്കണമേ. ലോകം മുഴുവനോടും കരുണ കാട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ 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 യേശുവേ 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 ആരാധന ആരാധന. ബെത്സയിദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ബെത്സയിദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ജലമിളകും നേരം ജനമിളകും വേഗം ജനമനവധി സുഖം നേടുന്നു. എന്നെ തുണയ്ക്കാനാരുമില്ല, എൻ രോദനം കേൾക്കാനാരുമില്ല. ബെത്സയിദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. എപ്പോഴും വഴക്കാണ്. ജീവിത പങ്കാളിയുടെ അമിതമായ മദ്യപാനം. ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ദമ്പതിമാര്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ ഒരു മേഖലയിൽ ഒരുപാട് പേര് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് കുടുംബം. ദൈവം ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നതും കുടുംബത്തെക്കുറിച്ചാവാം. അനുയോജ്യരെന്ന് ദൈവത്തിന് തോന്നുന്ന 2 വ്യക്തികളെയാണ് അവിടുന്ന് വിവാഹത്തിലൂടെ ഒരുമിച്ച് ചേർക്കുന്നത്. പക്ഷേ മനുഷ്യ സഹജമായ ബലഹീനതകൾ കൊണ്ട് കുടുംബജീവിതം ചിലപ്പോഴെങ്കിലും കൈവിട്ടു പോകാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണത്. സാത്താനെ കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും അകറ്റാനുള്ള ഏറ്റവും ഫലപ്രദമായൊരു മാർഗം
വചനത്തിൽ ആശ്രയിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. വചനത്തിൽ വിശ്വസിച്ചു, വിശ്വാസമെന്ന പരിച ധരിച്ചും സാത്താനെ നേരിടുക. അതുവഴി കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെയാ: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരുമെന്നാണ് വചനത്തിൽ പറയുന്നത്. ഈ സമയം എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ദമ്പതികൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം, വായിക്കണം, വചനമനുസരിച്ച് ജീവിക്കണം, വിശ്വാസ ജീവിതം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. കുടുംബജീവിതത്തിൽ ഇടർച്ചയുണ്ടാകുമ്പോൾ, പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റാതെ വരുമ്പോൾ ദൈവതിരുസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. മക്കളുടെ കുടുംബജീവിതം തകരുമ്പോൾ മാതാപിതാക്കൾ അവർക്കായി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. മൺകുടത്തിൽ ദൈവം നമുക്ക് തന്ന നിധിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം. അത് തകർത്ത് കളയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി പരസ്പരം വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ എല്ലാ മക്കൾക്കും പറ്റട്ടെ. ജീവിത പങ്കാളിയാൽ അവഗണിക്കപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി മക്കൾ ഇന്ന് നമുക്കിടയിലൊക്കെ ഉണ്ട്. ഈശോയെ, ഈ സമയം ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിത പങ്കാളിയിൽ നിന്ന് നിരന്തരം കുറ്റപ്പെടുത്തലും തിരസ്കരണങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ ഈ സമയം അവരെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്കൊന്ന് കൊണ്ടുവന്നേ. മനസ്സുരുകി അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയെങ്കിൽ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ തിരിച്ചുവരവിനായി നിങ്ങളിന്ന് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ഈശോ നിൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ മകനായ ഈശോയെ, നീ എനിക്ക് ദാനമായി ഒരു ജീവിത പങ്കാളിയെ തന്നു. അവനിൽ അല്ലെങ്കിൽ അവളിൽ നിന്ന് ഞാൻ സ്നേഹം ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ കർത്താവെ, എനിക്ക് ലഭിക്കുന്നത് ക്രൂരതയും വേദനകളുമാണ്. എന്നെ പരിപൂർണമായും അവൻ അല്ലെങ്കിൽ അവൾ ഉപേക്ഷിച്ചു പോയി. എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. ഇതോർത്ത് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എൻ്റെ തലയിണ കണ്ണീർ കൊണ്ട് നിറയുന്നു. കർത്താവേ, നീ കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ വേഗം വരണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. എന്നെ വിട്ടുപോയ എൻ്റെ ജീവിത പങ്കാളിയെ, എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ ജീവിത പങ്കാളിയെ ഏറ്റവും എളുപ്പത്തിൽ എന്നോട് കൂട്ടിയോജിപ്പിക്കണമേ. 2 സാമുവൽ 7:29 വചനം: അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഈശോയെ, ഈ വാഗ്ദാനമനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ അങ്ങിപ്പോൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയമക്കളെ, ഇന്നത്തെ ദിവസം ഈ വചനം നിങ്ങൾ പലയാവർത്തി ഉരുവിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഇതിലും മനോഹരമായൊരു പ്രാർത്ഥനയില്ല. നമുക്കൊന്നുകൂടി വിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ, നമ്മിൽ നിന്ന് അകന്നു പോയ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ ഒക്കെ ഓർത്തൊരു പക്ഷേ ഇന്നോർക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് വലിയ ദേഷ്യമുണ്ടായിരിക്കാം. നിങ്ങളെ വേദനിപ്പിച്ചതോർത്ത്, നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചതോർത്ത്, ജീവിതം തകർത്ത് കളഞ്ഞതോർത്ത് നിങ്ങൾ ഇന്ന് ഒത്തിരി വേദനിക്കുന്നുണ്ടാകാം. പക്ഷേ ക്ഷമിക്കാം. നമുക്ക് ക്ഷമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ആമേൻ. കർത്താവേ,
ഈ വചനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ മാംസം ധരിക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ വചനം അനുഗ്രഹമായി മാറട്ടെ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും, എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഈ വചനം ഇന്ന് ഈശോയെ നിവർത്തിയാകട്ടെ, അനുഗ്രഹമായി മാറട്ടെ. തലമുറകളിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ നന്ദി, നന്ദി, സ്തുതി, 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 മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.